ഉച്ചയ്ക്ക് ചോദിച്ചോണ്ട് മറക്കല്ലേ. ആ ഞാൻ എടുത്തോ. ആ നേരത്തെ വന്നാ? ഇന്നെന്താ ഇത്ര നേരത്തെ? ഞാൻ അവൻ്റെ കൂടെ വന്ന്. ഇന്ന് വൈകിട്ട് അമ്മച്ചിയുടെ ഓർഡർ ഉണ്ടായിരുന്നില്ലേ? ഏത്? കണ്ടു വാ വാ. ഞാൻ വേഗം സമയമില്ല, ഞാൻ ഗ്യാപ്പ് കിട്ടി പറഞ്ഞതാ. ബസ് ലേറ്റ് ആയിരുന്നടാ. അതെയാ, എന്നാ വേഗം വീട്ടിൽ ചെന്ന് സംസാരിക്കാൻ ബാക്കി. ഓ സിലക്ട് അങ്ങ് വെച്ചു. മസിലൊക്കെ കയറിയില്ലേ? നൈസ് ബിരിയാണിക്കാണല്ലോ, കൊള്ളാലോ. എന്തുണ്ട് ഗ്യാസ് സ്റ്റേഷനൊക്കെ വാങ്ങിച്ചത് കേട്ടു? തന്നെയൊന്നും അല്ലടാ, ഒരു ഹിന്ദിക്കാരോട് കൂടിയതാ. എത്ര ആളാ വിലവർക്കും വേണ്ടി പണിയെടുത്തിരിക്കുന്നത്. ഒരു ബിസിനസ് തുടങ്ങിയതാ വെച്ചു. എങ്ങനെയുണ്ട് കടയിൽ വന്നു? ആടാ തട്ടി മുട്ടിയൊക്കെ പോകണം. എന്താണ് ബിസിനസ്സുകാരനായില്ലേ? എന്ത് ബിസിനസ് ആണ്ടാ, ഇതിലെങ്കിലും ഒന്ന് രക്ഷട്ടാ മതിയായിരുന്നു. അതൊക്കെ സെറ്റ് ആവടാ. അവനകത്തെങ്ങനെ വേടാ ഇവിടെ കഴിക്കാൻ വല്ല ഉണ്ടാക്കടാ. വേഗം അതാ മറ്റേ കുപ്പിയാക്കി മണ്ടിന്ന് ഇറങ്ങിയപ്പോ താഴെ ഇട്ടില്ല, ആ കുപ്പിയായിരിക്കും. വന്ന് കാക്കു പടം വിടറാ. തന്നെ കണ്ടാൽ തന്നെ അറിയാവുന്ന തമാശ അല്ലാത്ത കാര്യം പറയാൻ പോവാ. രാത്രികാലങ്ങളിൽ ചന്തു പുറത്തിറങ്ങും. നിങ്ങളുടെ ഈ തറവാട്ടിൽ അടുത്ത് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഏതായാലും ഇപ്പൊ ചന്തു മാത്രമേ ഇവിടെ വേറെ ആരും നോക്കിയാലോ? ഞാൻ മാത്രല്ല, നിങ്ങളും കണ്ടല്ലോ, അവിടെ തന്നെ ഉണ്ടായിരുന്നില്ല. ധൈര്യം ഉണ്ടോ നിനക്ക്? ഇല്ലെങ്കിൽ വാടാ പുല്ലേ. കണ്ട എടാ അവിടെയല്ലേ കണ്ടായിരുന്നു? ഇവിടെ അല്ലായിരുന്ന? എന്താ പരിപാടി? എടാ എടാ ഇവിടെ ഇവിടെ തന്നെയല്ലേ? എന്ത്? ഞാനും അവനും കൂടെ കിച്ചൺ നോക്കുന്ന സമയത്തേ ഇവിടെ ഒരു സാധനം നിൽക്കണം. എന്നിട്ട് അവിടെ നിന്ന് നോക്കിയപ്പോ ഇവിടെ നിൽക്കണ്ടായിരുന്നു. ഹോംലെസ് ആയിരിക്കും. എടാ ഈ തലയിൽ കൂടെ തുണിയൊക്കെ ഇട്ടിട്ട് ഒരു രൂപം. അതന്നെ പോടാ. വന്നേ ഒന്ന് വീട്ടിൽ കയറാം. ഇവനൊക്കെ തലയിൽ കൂടെ തുണിയിട്ട രൂപമായി അതാ ഇതായി മനുഷ്യ പഠിപ്പിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇരിക്കാനുള്ളതിന്
വേറെ ഒരു പണിയൊന്നുമില്ലേ? എല്ലാ കള്ളന്മാരുമാണെങ്കിൽ തലക്കെടുത്തില്ല. മര്യാദയ്ക്ക് ഇവിടെ രണ്ട് വീട് അടിച്ചു പോരെ. നിങ്ങൾക്ക് എന്തിനാണ് രാത്രി ഇറങ്ങി പോകാനായിട്ട്? കള്ളന്മാരെ ആരോ അടിക്കണമെങ്കിൽ അടിക്കാം, അത് എല്ലാം അടിക്കട്ടൊക്കെ നിർബന്ധമൊന്നുമില്ല. അത് ശരിയാ. ഓണം വന്നത് ഇന്നല്ലേ ഇത് വീട് പോകുന്നില്ലേ? എനിക്ക് പറഞ്ഞു പാക്കും ഞാൻ പോണോ എനിക്കോ ഇല്ലല്ലോ. അല്ലെങ്കിലേ മനുഷ്യൻ ഇവിടെ സമയം പോയിട്ട് നിൽക്കുമ്പോഴ അവന്റെ ഞൊണ്ടിക്കളി. എടാ എന്റെ സോക്സ് ഉണ്ടോ? അവിടെ എവിടെയെങ്കിലും കാണും. ലേറ്റ് ആവണം, വേഗം ഇറങ്ങ്. എടാ ഒന്നേ കിട്ടുള്ള. എവിടെ കൊണ്ടാ വെച്ചത്? എനിക്കറിയില്ല. കിട്ടിയ ഒന്ന് ഇറങ്ങടാ. വരുവാ കിട്ടി വരുവാ. നടക്ക് 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 വേഗം എടാ കിട്ടി 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 വരുവാ വരുവാ. കിട്ടിയത് എടുത്തിട്ട് വാടാ. റെഡി 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 റെഡി. ഹലോ, ഞങ്ങള് അവനെ കണ്ട് ബിൽഡിംഗ് പെർമിറ്റ് എന്തോ ശരിയാക്കണം പറഞ്ഞിട്ട് അവിടെ വന്നേക്കുവാ. നിങ്ങള് സ്ഥലത്ത് പോയായിരുന്നോ? ഇല്ല, ഇത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് വേണം പോവാൻ. ഞങ്ങൾ നേരെ അങ്ങോട്ട് വരാം, നല്ല വിശപ്പുണ്ട്. നീ മറ്റേ പറ്റിയ നേരത്തെ ഇറങ്ങാൻ പറ്റുമോ നോക്ക്. എന്നാണ് ഞങ്ങളോട് അങ്ങ് പോരാ. ഇവിടെ നോക്കട്ടെ, അവിടെ തിരക്കില്ലെങ്കിൽ ഞാൻ ഇറങ്ങാം. നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് പോയോ? എടാ ഞാൻ വിളിക്കാം, നീ വെച്ചോ. ആ എവിടെ? ഞാൻ ഇന്ന് തിരക്കില്ലെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങേ. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഇയാൾ പൊക്കോ, ഞാൻ ക്ലോസ് ചെയ്തോളാം. അല്ല, എങ്ങോട്ട് പോകുന്നെന്നാ പറഞ്ഞേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, ജോജോയും ആ ഹിന്ദിക്കാരനും കൂടെ ഡീലേഴ്സ് ഗ്യാസ് സ്റ്റേഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവന്മാരവിടെ കുറച്ച് സാധനങ്ങൾ അവിടെ ഇറക്കി വെക്കുമ്പോ പിന്നെ കുറച്ച് വൃത്തിയാക്കാനും. ഏത് ഡീലേഴ്സ് ആണെന്നാ പറഞ്ഞേ? എടി, നമ്മുടെ ലാച്ച് ഫോർഡ് ഉള്ളതേ. ലാച്ച് ഫോർഡുള്ള ഡീലേഴ്സ് ആണോ ജോജോ വാങ്ങിച്ചത്? ഞാൻ ഇന്നലെ പറഞ്ഞാണല്ലോ അതിനോട്. ഇരിക്കൂട്ടോ, വരാം. എന്തടി? വരാം. എന്താ ഷിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ഷിഫ്റ്റ് ഉണ്ടായി, ഞാൻ ഉച്ചക്ക് ഇറങ്ങിയതാ. ചെറിയൊരു പരിപാടി ഉണ്ടായി. നീ എന്താ ഇവിടെ? എൻ്റെ ഒരു കൂട്ടുകാരനായാലും പറഞ്ഞില്ലേ, അതാണ് അവൻ. ദേവൻ. അപ്പോൾ അവന് കുറച്ച് പേപ്പർ വർക്കും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സാധനം വെച്ചോ. എന്നാ നീ വിട്ടോ. നീ എന്താ പരിപാടി ഇവിടെ? ഞാൻ പിള്ളേരുടെ പുരം. ഇങ്ങനെ നീ വിട്ടോ, നീ അങ്ങോട്ട് ഇറങ്ങ്. മറ്റേ പേപ്പറൊക്കെ റെഡിയായി? എല്ലാം റെഡിയായി. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നീ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ പോകണം തോന്നുന്നു. കുഴപ്പമില്ല, എല്ലാം ഓക്കെയോ? ഏതാ ആളാണ്? എന്തോ കാര്യങ്ങളൊക്കെ കൈവരുന്നുണ്ടല്ലോ. നമ്മുടെ കൊളീഗ എൻ്റെ കൂടെ ഒരു വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന. നീ അല്ല പെടലിംഗ് വല്ലതും നോക്കി ഇവിടെ? പെടലിംഗ് ഒന്നും അല്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, കൊലീഗ. അവനോട് നീ വരുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അവന്റെ സ്നേഹം അവനിങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഹലോ, നല്ല വിശപ്പുണ്ട്. 3 പൊറോട്ട പോർക്കും ടേബിൾ 1 പൊറോട്ട. എന്ത് പറ്റിണ്ടാക്കും? എന്താ രണ്ടിൻ്റെ ഇങ്ങനെ ഇരിക്കുന്നത്? എടാ, നിങ്ങൾ ഇരിക്കേ, കുറച്ച് കാര്യം പറയണ്ട്. ഇതല്ലേ നിങ്ങൾ കണ്ടത്? ഇതല്ലേ നമ്മൾ കണ്ടേ? ഇതാണ് രാജൻ, ഏങ്കസ് രാജൻ. ടെക്നിക്കലി പറയുകയാണെങ്കിൽ രാജന്റെ ഒരു പ്രേതം. ഇങ്ങനെയോ? ഈ ലാച്ച് ഫോർഡുള്ള ഡീലേഴ്സ് തന്നെയല്ലേ വാങ്ങിച്ചത്? അതെ, എനിക്കിവിടെ 30% ഷെയർ ഉള്ളൂ. ബാക്കി 70% അജിജിത്തിൻ്റെ.
അതെന്തെങ്കിലും ആവട്ടെ. അവിടെ ഒരു ഏർലി 2000s അല്ല ലേറ്റ് 90s പണിയെടുത്തിരുന്ന ഒരാളാണ് ഈ രാജൻ. പാവം മരിച്ചുപോയി. അത് മനസ്സിലായല്ലോ. ഈ കഥയുണ്ടല്ലോ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഹാലോവിനൊക്കെ വരുമ്പോൾ പിള്ളേരുടെ മെയിൻ കോസ്റ്റ്യൂം ഇതാണ്. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാ? എടാ, എന്റെ അച്ഛനും അമ്മയും 99 ഇവിടെ വന്നത്. എത്ര വർഷമായി. എനിക്ക് ഈ കഥകളൊക്കെ അറിയാം. പിന്നെ ഇതിനെപ്പറ്റി ഇനിയും കുറെ കഥകളുണ്ട്. ഈ പൊട്ടമർക്കൊന്നും അറിയാന്നിട്ടാ അല്ലേ? നീ ഒന്നും മുഴുവിച്ചത്. നിങ്ങൾ രണ്ടാളും ഇതൊന്നും കേട്ടെ. അന്ന് ഈ DLS ഓൺ ചെയ്തിരുന്നത് ഒരു ഡേവിഡോ ദാവീദോ അങ്ങനെ ഒരാളായിരുന്നു. അയാളുടെ അന്നത്തെ സഹായിയായിരുന്നു ഈ രാജൻ. മലയാളി മറ്റാണെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇല്ലീഗൽ ഇമിഗ്രൻ്റോ അങ്ങനെ എന്തോ ആണ്. അതുകൊണ്ട് ഈ DLSനെ ചുറ്റിപ്പറ്റി കുറേ നാളെ അയാൾ ഉണ്ടായി. പക്ഷേ നമ്മുടെ ഈ ഏങ്കസ് രാജന് ചെറിയൊരു തരികിട ഉണ്ടായിരുന്നു. അവിടുത്തെ കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടേ മറിച്ച് വിൽക്കുക. ഇത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഡേവിഡ് പൊക്കുകയും ചെയ്തു. അങ്ങനെ ഡേവിഡ് രാജനെയും കൊണ്ട് ഏങ്കസ് ലേക്കിലേക്ക് ഫിഷിംഗ് എന്ന് പറഞ്ഞു പോയി. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഡേവിഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കണ്ട തലയിൽ കൂടെ തുണിയിട്ട രൂപമുണ്ടല്ലോ, ആ DLSനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര് കണ്ടു. പിടിക്കാൻ ചെല്ലും കാണാണ്ട് പോകും. പക്ഷെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ രാജൻ മരിച്ച് 3 മാസത്തിന് ശേഷം ഡേവിഡ് മരിച്ചുപോയി. പിന്നെ ഈ ഗ്യാസ് സ്റ്റേഷൻ ഒരുപാട് പേര് മേടിച്ചു. പക്ഷെ 3 മാസത്തിനപ്പുറം ആരും തുറന്നിട്ടില്ല. എല്ലാവരും ചത്തുപോയി. ഇത് തള്ളി തെങ്ങട്ടാ. ഇങ്ങനെയൊന്നുമല്ലടാ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. കുറച്ച് പേര് ചത്ത്, കുറച്ച് പേര് ഓടിപ്പോയി. അതും കുടിച്ച. പിന്നെ ഇതൊക്കെ 2015 മുന്നുള്ള കഥകളാ. 15 ശേഷം ഇതാരും വാങ്ങിയിട്ടുമില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇതൊന്നും കേൾക്കാഞ്ഞത്. പേടിക്കണമെന്നല്ല. ഞങ്ങളെന്തിനു പേടിക്കണം? നീ പേടിക്കണം. ഞാൻ ആ ഹിന്ദിക്കാരെ വിളിച്ച കാര്യം പറഞ്ഞ അടുത്ത് ബസ് പിടിച്ചിട്ട് ഉറങ്ങി പോവാ. എനിക്ക് വേദന. എടാ, നീ ഈ കഥയൊക്കെ ഇട്ട് തിരിച്ചു പോകാൻ നിൽക്കണ. നീ അവിടെ നിൽക്ക്, ഞങ്ങളൊക്കെ ഇല്ലേ. ഞാനില്ലടാ അവിടെ അളിയാ. ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് മുമ്പ് ലൈറ്റ് ഇട്ട് കിടന്ന് ഉറങ്ങുന്നവനെ. എന്നിട്ടാണ് നീ തിരിച്ചു നോക്കുക. അതന്നെ നിനക്കും ഇവനും എനിക്കും നല്ലത്. നിക്കളിയാ, നമുക്ക് നോക്കാം. എടാ നീ നിർത്തിക്കേ. എടാ, നമ്മൾ കണ്ടോ ധൈര്യം കൊടുക്കാൻ. നീ ഇങ്ങനെ പറഞ്ഞവനെ പേടിപ്പിച്ച് വന്ന വണ്ടിക്ക് തന്നെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ധൈര്യം കൊടുത്താണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അവൻ പൂവെ പേര് എന്ത് പണ്ടാരങ്ങളായിക്കോട്ടെ. ഇവിടെ മനുഷ്യന്റെ. എടാ, എനിക്ക് ദാഹിക്കുന്നുണ്ട് കേട്ടാ. 2 ചില്ലടിച്ചാലോ? ഇന്നില്ല ചില്ല് ഇല്ലാന്നാ. എടാ ക്ലാപ്പ, ഞാനല്ലേ 2 കേസ് ബീർ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചത്. അതോടെ മഞ്ഞു പോയാ? എന്ത് ഷൂ? എടാ ഇരിപ്പുണ്ടെന്ന്. എന്ത് വായർന്ന് പറയടാ മര്യാദ. എടാ പില്ലുണ്ടാ പൊട്ടാ. ഓലപ്പടക്കൊന്നും ഇടുമ്പോ തന്നെ പോട്ടെ. ജോ പോയിട്ട് കുറെ നേരം കേട്ടോ. അവനെന്ത് വിളിക്കാൻ പോയതാ.
എത്ര നേരം ഇങ്ങനെ എങ്ങനെ ഫുഡ് കഴിക്കണ്ടാവും? പ്രേതമല്ലേ, ഫുഡൊന്നും വേണ്ട. എന്താ അവസ്ഥ? നല്ലൊരിത് പിന്നെ അല്ല. ആ മുഖത്തോട്ടൊന്ന് നോക്കിയേ. ഓ സമാധാനമായി. ഇനിയിപ്പോൾ കട തുറക്കാലോ. ചുമ്മാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചു. എല്ലാം ഹാപ്പി എൻഡിങ് ആയി. ഏട്ടാ ഞാൻ കട തുറക്കാൻ പോവാട്ടോ. ഇങ്ങനെ എന്താ കാണിക്കുന്നേ? എന്തരാ പൊട്ടാ പിന്നെ കട തുറക്കാൻ വിടില്ലാന്ന് പറയണ്. തലയാടിന് കണ്ടില്ലേ? എന്താ പറയുന്നേ? നിങ്ങൾ സഹോദരമില്ലേ കണ്ടത്? എന്നിട്ടാണ് നിങ്ങൾ എന്നോട് വർത്തമാനം പറയുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെയാ ചെയ്തു തന്നു? നിങ്ങളെ കഴിയാൻ കൊണ്ടേ ഞങ്ങളിവിടെ വെള്ളം അടിച്ചു, കറങ്ങാൻ കൊണ്ടേ. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ വന്ന് രക്ഷപ്പെടാൻ വേണ്ടി കട തുറക്കുന്നത്? അതിന് സമ്മതിക്കില്ലെന്ന് വെച്ചാൽ വെറുതെ അല്ലേ ഇന്നലെ ചത്തുപോയത്? പണിയെടുക്കുന്ന സമയത്ത് പണിയെടുക്കായിരുന്നു, അല്ലാതെ കണ്ടോണ്ട് നടന്നിട്ട് ബാക്കിയുള്ളവരല്ല ബുദ്ധിമുട്ടിക്കേണ്ടത്. നിങ്ങൾ ചത്തത് നന്നായി. എടാ പൊങ്ങി പോന്നടാ.
हेलो भाई तू किधर है? मैं इधर गैस स्टेशन का पास है। हाँ 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 जल्दी आजा भाई। इवन കൊള്ളാം. ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്, നോക്കാം.